നമസ്കാരം. കേരളത്തിൽ വിഷൻ 2026 പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു NDA എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തൃശ്ശൂരിൽ ലഭിച്ച ആവേശോജ്വലമായ വിജയവും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയതും ചെറിയ ആത്മവിശ്വാസമല്ല BJPക്ക് നൽകിയിരിക്കുന്നത്. കേരളത്തിൻ്റെ ഭരണം പിടിക്കുക എന്നതിലുപരി കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു നിർണായക ശക്തിയായി മാറുക എന്നതാണ് ഇക്കുറി BJPയുടെ ലക്ഷ്യം. അത് 2031 കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയായി മാറും എന്ന് BJPക്ക് ഉറപ്പാണ്. അതിനായി BJP തങ്ങളുടെ A ക്ലാസ് മണ്ഡലത്തിലായിരിക്കും കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 30,000-ലധികം വോട്ട് നേടിയിരിക്കുന്ന 29 മണ്ഡലങ്ങളിലും 40,000-ലധികം വോട്ട് നേടുന്ന 7 മണ്ഡലങ്ങളും ഇക്കുറി BJP വലിയ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുകയുമാണ്. യുവാക്കളെ കൃത്യമായിട്ട് ഇത്തരം മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുവാൻ ഓരോ മണ്ഡലങ്ങളിലും ആരൊക്കെയാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് അവർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യുവതയ്ക്ക് BJPയിൽ വളരെ വലിയ രീതിയിലുള്ള മാൻ പവറാണ് ഇപ്പോൾ ഉള്ളത്. അതിലധികവും യുവാക്കളാണ് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. BJPയിലേക്ക് വലിയ താരപ്രഭയുള്ള നേതാക്കന്മാരുടെ ഒഴുക്കും ഇപ്പോൾ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനിടെ BJPയിലേക്ക് 2 മുൻ മന്ത്രിമാരും 12 MLAമാരും ഉൾപ്പെടെ 14 പേർ BJP ക്യാമ്പിലേക്ക് എത്തുന്നു എന്ന വാർത്തകളും അറിയാൻ കഴിയുന്നുണ്ട്. അമിത്ഷാ നരേന്ദ്രമോദി മിഷൻ 2026 കടക്കുമ്പോൾ ചെറിയ മാറ്റങ്ങളൊന്നുമല്ല കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്. വികസനത്തെ വേലിക്കപ്പുറത്ത് നിർത്തി ഇടതും വലതും ഒത്തൊരുമിച്ച് കളിച്ച് കേരളത്തെ താറുമാക്കാനുള്ള നയങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ മോദി നൽകാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അടുത്ത 5 വർഷത്തെ വികസന നയരേഖ പ്രഖ്യാപിക്കുവാൻ മോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ അത് ഒരു വെറും വരവായിരിക്കില്ല. കേരളത്തിൽ ആഞ്ഞടിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ധ്വനി കൂടിയായിരിക്കും അത്. അതോടുകൂടിയായിരിക്കും കേരളത്തിൽ BJPയുടെ ഒരു നിർണായകമായ പ്രവർത്തനത്തിന് തുടക്കമാകുക എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും വലിയ പദ്ധതികളാണ് കേരളത്തിൽ ഒരുങ്ങുന്നത്. ശബരിമലയും തിരുനെല്ലിയും ഉൾപ്പെടെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കൊള്ളയും കള്ളത്തരങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വിള്ളലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആർത്തവരക്തം മഹാദേവന്റെ ശിരസിൽ ഒഴുക്കുന്ന ചിത്രങ്ങൾ സുവർണ കേരളം പോലുള്ള ലോട്ടറിയിൽ നിരക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കാലത്ത് ഭാരതാംബയെ നഗ്നയായി ചിത്രീകരിച്ച MF ഹുസൈൻ്റെ ചിത്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ SFIയും DYFIയും നടത്തുന്ന ശ്രമങ്ങളും ഹിന്ദു വിരുദ്ധ സമീപനങ്ങളും ഹിന്ദുക്കൾക്കിടയിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അതിന് തിരിച്ചടി കൊടുക്കുവാൻ കേരളത്തിൻ്റെ ഹിന്ദു സമൂഹം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വഖഫ് ബോർഡിൻ്റെ തെറ്റായ നീക്കങ്ങളെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗും അതിന് കുടപിടിച്ചുകൊണ്ട് UDFും LDFും നീങ്ങുമ്പോൾ കേരളത്തിലെ മനം നോവുന്ന ക്രിസ്ത്യൻ സമൂഹവും ഈ ആക്രമണങ്ങളെയൊന്നും വില കുറച്ച് കാണുന്നില്ല. ശരിയായ അർത്ഥത്തിൽ തങ്ങൾക്ക് നേരെ വരുന്ന ആക്രമണത്തിൻ്റെ മുന്നോടിയാണ് ഇത് എന്ന് അവരും തിരിച്ചറിയുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക പരിസരം മുന്നോട്ട് പോകുന്നത്. ന്യൂനപക്ഷം എന്നാൽ ഒരു പക്ഷമാണ് എന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും അന്യായമായ വാദങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടിയായിരിക്കും കേരള സമൂഹത്തിൽ നിന്ന് നൽകാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന അറിവ്. അഴിമതിയും സ്വജനപക്ഷപാതവും മതവിരുദ്ധതയും ചേർന്നുകൊണ്ടുള്ള ഒരു പാക്കേജ് ഇടതനും വലതനും ഒരുക്കുമ്പോൾ അതിന് ബദൽ തയ്യാറാക്കിക്കൊണ്ട് BJP NDA മുന്നോട്ട് വരുന്നു എന്നാണ് NDA പറയുന്നത്. എത്ര നാൾ നിങ്ങൾക്കിങ്ങനെ ഈ വികസനത്തെ ചെറുക്കുവാൻ കഴിയും? എത്ര നാൾ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കും എന്നാണ് BJP അനുകൂല കേന്ദ്രങ്ങളിൽ നിന്നും BJP അനുഭാവികളിൽ നിന്നും പൊതുവിൽ ജനങ്ങളിൽ നിന്നും ഉയരുന്ന ഒരു എതിർപ്പ്, അതിലുപരി ഒരു വിമർശനം. എന്തായാലും ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെയും കേരള സമൂഹത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുമ്പോൾ അധിക നാൾ ഇനി LDFനും UDFനും പിടിച്ചു നിൽക്കുവാൻ കേരളത്തിൽ കഴിയില്ല. ഈ 2026 തന്നെ 20-ലധികം സീറ്റിൽ വിജയിച്ചുകൊണ്ട് 2031 ഭരണം പിടിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അത്തരത്തിൽ മികച്ച സ്ഥാനാർത്ഥി പട്ടികയാണ് BJP ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സെലിബ്രിറ്റികളടക്കം നിരവധി പേരാണ് BJPയുടെ ലിസ്റ്റിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ BDJസിൻ്റെ സാന്നിധ്യവും അവർക്ക് വലിയ മുതൽക്കൂട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.